ഇപ്പോൾ പഴയ പോലെയല്ല, നമ്മൾ ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ഒക്കെ കുറേ ചെയ്യാറുണ്ട്. ഇപ്പം ഗൂഗിൾ പേയും അതുപോലെ തന്നെ ഓൺലൈൻ പേയ്മെൻറ്റ് സർവീസുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറേ ട്രാൻസാക്ഷൻസ് നമ്മൾ ചെയ്യും. ചിലപ്പോൾ ഒരു 10 റുപ്യ വരെ നമ്മൾ ബാങ്കിൽ നിന്നായിരിക്കും ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക ഗൂഗിൾ പേ ഒക്കെ വഴി. അപ്പം നമുക്ക് ഈ ഒരു ബാങ്ക് ട്രാൻസാക്ഷൻസിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് വന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, മിനി സ്റ്റേറ്റ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാവുന്നതാണ് ബാങ്കിൻ്റെ ATM തന്നെ പോയിട്ട്. പക്ഷേ അതിലുള്ളൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ലാസ്റ്റ് 10 ട്രാൻസാക്ഷനെ അതിൽ കാണിക്കുള്ളൂ. അതിൻ്റെ മുമ്പത്തെ ട്രാൻസാക്ഷനിലാണ് നമുക്ക് ഡൗട്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ കാണാൻ പറ്റില്ല. പിന്നെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പാസ്ബുക്കിൽ പ്രിൻറ്റ് ചെയ്തിട്ട് അത് നോക്കാവുന്നതാണ്. പക്ഷേ ഇപ്പം പഴയ പോലെയല്ല. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ പാസ്ബുക്കിൽ അധികം പ്രിൻറ്റ് ചെയ്യാനൊന്നും ഉണ്ടാവില്ല. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം കുറേ പ്രിൻറ്റ് ചെയ്യാനുണ്ടാവും. കാരണം ചിലപ്പോൾ നമ്മൾ 1 രൂപയും 2 രൂപയും വരെ ഓൺലൈനായിട്ട് ബാങ്കിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ കുറേ പ്രിൻറ്റ് ചെയ്യാനുണ്ടാവും. അപ്പം എൻ്റെ ഒരു അനുഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അടുത്ത് ഇതുപോലെ ഒരു ട്രാൻസാക്ഷനിൽ ഡൗട്ട് വന്ന സമയത്ത് ഇതുപോലെ പാസ്ബുക്ക് പ്രിൻറ്റ് ചെയ്യാൻ നോക്കി. ഇപ്പോൾ ലാസ്റ്റ് 1 കൊല്ലമായിട്ട് പാസ്ബുക്കിൽ കാര്യമായിട്ടൊന്നും പ്രിൻറ്റ് ചെയ്തിട്ടില്ല. അപ്പം 1 കൊല്ലത്തെ ഡീറ്റെയിൽസ് പ്രിൻറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം പുതിയൊരു പാസ്ബുക്ക് മേടിച്ചു. എന്നിട്ട് പ്രിൻറ്റ് ചെയ്യാൻ നോക്കിയപ്പം ഒരു 2 മാസത്തെ കാര്യങ്ങളൊക്കെ പ്രിൻറ്റ് ചെയ്തപ്പം തന്നെ ആ ഒരു ബുക്ക് ഏകദേശം ഫുള്ളായി. അതുപോലെ തന്നെ കുറേ പ്രിൻറ്റ് ചെയ്തപ്പം അവിടെ സ്റ്റോപ്പ് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് പ്രിൻറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഞാൻ RI പാസ്ബുക്ക് മേടിക്കേണ്ടി വരും. അപ്പം അത് കുറച്ച് ലോങ് ആയിട്ടുള്ളൊരു പ്രോസസ്സായിട്ട് മാറും. അപ്പം പെട്ടെന്ന് നമുക്കത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. കാരണം ചിലപ്പം പാസ്ബുക്കിന് വേണ്ടിയിട്ട് നമ്മൾ നെക്സ്റ്റ് ഡേ ഒക്കെ പോകേണ്ടി വരും. കാരണം ആ ഒരു ദിവസം ബാക്കി കാര്യങ്ങൾ എനിക്ക് പ്രിൻ്റായി കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാങ്കിൽ നിന്ന് അത് പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ്. പക്ഷേ പ്രിൻ്റ് ഔട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വരും. ഇപ്പം ഞാൻ ചോദിച്ചപ്പം അവർ പറഞ്ഞത്, ഇപ്പം എൻ്റെ കാര്യങ്ങളൊക്കെ പ്രിൻ്റ് ഔട്ട് എടുത്ത് തരണമെന്നുണ്ടെങ്കിൽ ഏകദേശം 500 രൂപയുടെ അടുത്താവുമെന്നാണ്. എന്നാൽ അവർ പറഞ്ഞു, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഒക്കെ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ആപ്പ് വഴി തന്നെ ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ എടുക്കാമെന്നാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് SBIയുടെ കാര്യമാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ഇൻ്റർനെറ്റ് ബാങ്കിങ് ആക്ടിവേറ്റ് ചെയ്യണം. ബാങ്കിൽ പോയാൽ നമുക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോഴത്തെ കാലത്ത് മിക്ക ആൾക്കാരുടെയും ഇൻ്റർനെറ്റ് ബാങ്കിങ് ഒക്കെ ആക്ടിവേറ്റഡ് ആയിരിക്കും. അതിനുശേഷം യോനോ എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. SBIയുടെ യോനോ ലൈറ്റ് എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി. ഫുൾ വെർഷൻ ഡൗൺലോഡ് ചെയ്യണമെന്നില്ല. SBIയുടെ യോനോ ലൈറ്റ് എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം അതിലോട്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം പാസ്വേഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഇത് ഓപ്പൺ ചെയ്യുക. ഇപ്പം ഞാൻ എൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, മൈ അക്കൗണ്ട്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് വ്യൂ ഓർ ഡൗൺലോഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ സെലക്ട് അക്കൗണ്ട് എന്ന് പറയും. നമ്മുടെ അക്കൗണ്ട് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളോട് ഡേറ്റ് സെലക്ട് ചെയ്യാൻ പറയും. ഇപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് 12 മാസത്തെ ഡീറ്റെയിൽസ് എടുക്കാവുന്നതാണ്. പിന്നെ അതിൻ്റെ മുമ്പത്തെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു 12 മാസം സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പോൾ ലാസ്റ്റ് 12 മാസത്തെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ 2021 ആക്കി. ഇപ്പം ലാസ്റ്റ് 1 കൊല്ലത്തെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പം വ്യൂ എടുത്താൽ നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സംഭവം ശരിയാണ്, 1 കൊല്ലത്തെ ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഓഗസ്റ്റ് 22 മുതൽ ഡിസംബർ 23 വരെ, അതായത് 2011 കണക്ക് മാത്രമേ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. ബാക്കി കണക്ക് ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ സംഭവം 1 കൊല്ലത്ത് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എന്തോ ഒരു ലിമിറ്റും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. 80 ട്രാൻസാക്ഷനോ 100 ട്രാൻസാക്ഷനോ എത്രയോ ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് കഴിഞ്ഞാലുള്ള ഡാറ്റാസ് ഇതിൽ കാണിക്കില്ല. അപ്പം അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം ഇപ്പം നമുക്ക് ഇവിടെ ഓഗസ്റ്റ് 22 മുതൽ ഡിസംബർ 23 വരെയുള്ള ഡാറ്റ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ഡാറ്റ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഡേറ്റ് അടിച്ചു കൊടുക്കുക. 2021 ഡിസംബർ മുതലുള്ളതാണ് നമുക്ക് ഇനി വേണ്ടത്. ഡിസംബർ 22 മുതൽ പിന്നെ 1 കൊല്ലത്തെ ഡേറ്റ് അടിച്ചു കൊടുക്കുക. അപ്പം എത്ര ട്രാൻസാക്ഷനാണോ അതിൽ കാണിക്കുന്നത് അതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പം അങ്ങനെ നമുക്ക് ഫുൾ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് എടുക്കാവുന്നതാണ്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ താഴെ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പം നമ്മളോട് ഒരു പാസ്വേഡ് ഉണ്ട് എന്ന് പറയും. നമ്മുടെ അക്കൗണ്ട് നമ്പറാണ് അതിൻ്റെ പാസ്വേഡ്. അപ്പം പാസ്വേഡ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ അക്കൗണ്ട് നമ്പർ അടിച്ചു കൊടുക്കുക. എന്നിട്ട് അത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിൽ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അതിലും ഇതേ സെയിം പ്രശ്നം വരുന്നുണ്ട്. അതായത് എത്രയോ ട്രാൻസാക്ഷനെ കാണിക്കുള്ളൂ, അത് കഴിഞ്ഞാലുള്ള ഡീറ്റെയിൽസ് അതിൽ കാണിക്കില്ല. അപ്പം നമ്മൾ സെപ്പറേറ്റ് 2, 3, 4 പേജായിട്ട് എടുക്കേണ്ടി വരും. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.